ഹായ് ഡിയേഴ്സ്, ദിസ് പ്ലേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പാസ്ത സാലഡാണ്. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിൽ ചേർക്കുന്ന ഒരു ക്രീമി സോസാണ് ഇതിൻ്റെ ഇത്ര സ്പെഷ്യൽ ആക്കുന്ന കാര്യം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പാസ്ത പ്രിപ്പയർ ചെയ്യാം. വെള്ളം നല്ലോണം ബോയിലായി വരുമ്പോൾ പാസ്തയ്ക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഷേപ്പിലുള്ള പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ബ്രാൻഡ് പറയുന്നത് 9 to 11 മിനിറ്റ്സ് കുക്ക് ചെയ്യാനാണ്. ഞാൻ കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്തത്. പാസ്ത കുക്കാവുന്ന ടൈമിൽ നമുക്ക് വെജീസ് പ്രിപ്പയർ ചെയ്യാം. ഈ സാലഡിന് വേണ്ടി ഞാൻ എടുത്ത വെജിറ്റബിൾസ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ക്യാപ്സിക്കം, ഒരു ചെറിയ പീസ് ക്യാരറ്റ്, പർപ്പിൾ ക്യാബേജ്, ബ്ലാൻഡ് ചെയ്തെടുത്ത ബ്രൊക്കോളി ആൻഡ് സം ഒനിയൻസ്. ഈ സാലഡിലോട്ട് ഞാൻ 2 ബോയിൽഡ് എഗ് കുറച്ച് എക്സ്ട്രാ പ്രോട്ടീനു വേണ്ടി ചേർക്കുന്നുണ്ട്. 10 മിനിറ്റ്സ് കഴിഞ്ഞു. പാസ്ത നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്കിനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം. പാസ്ത ആദ്യം എടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളമില്ലാതെ തന്നെയാണ് കേട്ടോ ഞാൻ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജീസും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ സാലഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായ സോസ് തയ്യാറാക്കാം. ഒരു സെപ്പറേറ്റ് ബൗളിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മൈനീസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റ് വേർഷൻ ആയിട്ടുള്ള ഒരു മൈനീസാണ്. ഇതിലോട്ട് നല്ല വലിയ 2 സ്പൂൺ യോഗേർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാലഡിന് ആവശ്യമുള്ള ഉപ്പ്, പെപ്പർ, 1 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ, കുറച്ച് ഗാർലിക് പൗഡറും കൂടെ യൂസ് ചെയ്ത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അവസാനം കുറച്ച് എക്സ്ട്രാ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സോസ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ സാലഡിലോട്ട് ഇട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാസ്തയും വെജീസും എല്ലാം കൂടെ ഈ സോസിൽ നല്ലോണം ഒന്ന് കോട്ടായി വരണം. അത്യാവശ്യം എല്ലാം നല്ലപോലെ മിക്സ് ആയതിനു ശേഷമാണ് ഞാൻ എഗ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാലഡ് റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. വെയിറ്റ് ലോസ് ജേർണിയിലുള്ളവർക്കൊക്കെ നല്ലൊരു റെസിപ്പി ആയിരിക്കും. ഇത് കഴിച്ച് ഒരുപാട് നേരം ഫില്ലിംഗ് ആയി തോന്നും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.